പ്രഭാഷകൻ അധ്യായം 25. എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. 3 തരക്കാരെ എൻ്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും? നരചൂടിയവൻ്റെ വിവേകവും വയോവൃദ്ധൻ്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവസമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10ാമതൊരെണ്ണം ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നേക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ദുഷ്ടസ്ത്രീകൾ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവൻ്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റേതിനേക്കാൾ മാരകമായി വിഷമില്ല. ശത്രുവിൻ്റേതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നതുപോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടു കൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കയുമരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. പ്രഭാഷകൻ അധ്യായം 26. ഉത്തമ ഭാര്യ. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. 4ാമതൊന്ന് എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ വച്ചുള്ള വിസ്താരം, വ്യാജസാക്ഷ്യം. ഇവ മരണത്തെക്കാൾ ഭയാനകമാണ്. മറ്റൊരുവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു.
അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുകം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നതുപോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. അവൾ അവമതി മറച്ചു വയ്ക്കുകയില്ല. സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്തനായ പഥികൻ കിട്ടുന്നിടത്തു നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും. ഏത് അസ്ത്രത്തിനും ആവനാഴി തുറന്നു കൊടുക്കും. ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷിണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെപ്പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിൻ്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെപ്പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവൻ്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്. വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ. ഭക്ത ദൈവഭക്തന് തുണയും. നിർലജ്ജയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു. വിനയവതി ഭർതൃസന്നിധിയിലും സങ്കോചം കാണിക്കും. ധിക്കാരിണിയായ ഭാര്യ ശ്വാവിന് സദൃശയാണ്. ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്. അവൻ്റെ ആയുസ് ഇരട്ടിക്കും. 2 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു. മൂന്നാമതൊന്ന് എന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി, നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവൻ. അവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. കച്ചവടക്കാരന് കാപട്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം. വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം.